നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. ഇന്ന് നമ്മൾ തൈറോയിഡെക്ടമിയുടെ വേറൊരു കോംപ്ലിക്കേഷനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വോക്കൽ കോർഡ് പാൽസി എന്നുള്ളൊരു കോംപ്ലിക്കേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിനകത്ത് ഞാൻ പറഞ്ഞൊരു സിറ്റുവേഷൻ, പേഷ്യൻ്റ് തൈറോയിഡ് സർജറി കഴിഞ്ഞിട്ട് മോശമായിട്ടുള്ള വോയിസ് അല്ലെങ്കിൽ വോയിസ് വളരെ ബ്രീത്തി, കാറ്റ് പോകുന്ന രീതിയിലായിട്ട് ഒരു ഫീലുള്ള വോയിസ്. അപ്പോൾ അതിനുള്ള സിറ്റുവേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ ഈ വോക്കൽ കോർഡ്സ് നമുക്ക് 2 വോക്കൽ കോർഡ്സാണുള്ളത്. അപ്പോൾ വളരെ റെയറായിട്ടുള്ള വേറൊരു കോംപ്ലിക്കേഷൻ ഈ ബൈലാറ്ററൽ വോക്കൽ കോർഡ് പാൽസി തന്നെ. അതായത് നമുക്ക് ബൈലാറ്ററൽ വോക്കൽ കോർഡ് പാൽസി വരുമ്പോൾ നമുക്ക് വോക്കൽ കോർഡ്സ് അകന്നിരിക്കാം. അപ്പം നമ്മൾ എന്ന് പറയുമ്പോൾ ഈ വോക്കൽ കോർഡ്സ് അടുക്കാതിരിക്കുന്നത് കൊണ്ട് നമ്മുടെ വോയിസ് മോശമായിട്ട് വരാം. അല്ലാതെ നമുക്ക് വേറൊരു സിറ്റുവേഷൻ ഉണ്ട്, അതായത് വോക്കൽ കോർഡ്സ് രണ്ടും അടുത്തിരിക്കും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ അടുത്തിരിക്കുമ്പോൾ ഇത് അകലുന്നില്ല. ആ മൂവ്മെൻ്റാണ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻ്റാണ് പാരലൈസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ എന്ത് പറ്റും, നമുക്ക് ശ്വാസം എടുക്കാനുള്ള സ്പേസ് കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് വോക്കൽ കോർഡ് പാൽസി വരുമ്പോൾ പേഷ്യൻറ്റിൻ്റെ വോയിസ് നല്ലതായിരിക്കും, പക്ഷേ അവർക്ക് ബ്രീത്തിങ്ങിൽ ഡിഫിക്കൽറ്റി കാണും. ചിലർക്ക് അത് എപ്പോഴും എവിഡൻ്റ് അല്ല, പക്ഷേ അവർ കയറ്റം കയറുമ്പോഴോ നടക്കുമ്പോഴോ എന്തെങ്കിലും രീതിയിലുള്ളൊരു ഫിസിക്കൽ എക്സേർഷൻ, അതായത് സ്ട്രെയിൻ ചെയ്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ഈ പറഞ്ഞൊരു പ്രോബ്ലം എവിഡൻ്റ് ആകുന്നത്. അതിന് പുറമെ എന്തെങ്കിലും രീതിയിലുള്ളൊരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരികയാണ്, പേഷ്യൻ്റ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വന്നു, സൗണ്ട് ബോക്സിൻ്റെ അവിടെ നീരാകുകയാണ്. അപ്പോൾ ഓൾറെഡി ഈ ബ്രീത്തിങ് സ്പേസ് വളരെ കുറവാണ്. അപ്പം അതിന് പുറമെ നീരും കൂടെ ആകുമ്പോൾ പേഷ്യൻറ്റിന് ഒരു നോയ്സി ബ്രീത്തിങ്, അതായത് സ്ട്രൈഡർ എന്ന് പറയും, അങ്ങനത്തെ രീതിയിലുള്ള ഒരു അബ്നോർമൽ സൗണ്ടുള്ളൊരു ബ്രീത്തിങ് പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. ഇത് ഒരു പ്രോബ്ലം തന്നെയാണ്. ജസ്റ്റ് ഇനഫ് അല്ലെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഗ്യാപ്പുള്ള പേഷ്യൻസിനെ ഒരു പക്ഷേ നമ്മൾ മോണിറ്റർ ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഈ പേഷ്യൻസിന് ഓവർ എ പീരീഡ് ഓഫ് ടൈം ആ വോക്കൽ കോർഡ്സ് ചിലപ്പം റിക്കവർ ആകാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ വോക്കൽ കോർഡ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ തമ്മിൽ വേണ്ട അഡിക്വേറ്റ് ആയിട്ടുള്ളൊരു ഗ്യാപ്പ് ഇല്ലെങ്കിൽ ഈ പേഷ്യൻസിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിനകത്ത് ഈ പറഞ്ഞ പോലെ റിക്കവർ ആകാത്ത കേസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയാണ് പലപ്പോഴും. ഇപ്പോൾ യൂഷ്വലി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഞരമ്പുകൾ ഇൻടാക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു റിക്കവറി എക്സ്പെക്റ്റ് ചെയ്യാം. എന്നാൽ വളരെ അപൂർവമായിട്ടുള്ള സാഹചര്യത്തിൽ നമുക്ക് ഈ വോക്കൽ കോർഡിൻ്റെ മൂവ്മെൻറ്റിൽ കാര്യമായിട്ടുള്ള റിക്കവറി ചിലപ്പോൾ കണ്ടില്ലെന്ന് വരാം. ഇമ്മീഡിയറ്റായിട്ട് നമ്മൾ യൂഷ്വലി ഒരു ഓപ്ഷൻ ട്രെക്കിയോസ്റ്റമി. ഞാൻ ട്രെക്കിയോസ്റ്റമി എന്താണെന്നുള്ളത് എൻ്റെ നേരത്തെയുള്ള വീഡിയോകളിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ആ എയർവേ സെക്യൂർ അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ ശ്വാസതടസ്സം റിലീവ് ചെയ്യാൻ ചെയ്യുന്നൊരു പ്രൊസീജിയറാണ് ഈ ട്രെക്കിയോസ്റ്റമി. ഇപ്പോൾ ട്രെക്കിയോസ്റ്റമി ചെയ്ത് നമുക്ക് യൂഷ്വലി 6 മാസമാണ് നമ്മുടെ വെയിറ്റിംഗ് പീരീഡ്. ഈ 6 മാസത്തിനകം ഈ വോക്കൽ കോർഡ്സിൻ്റെ മൂവ്മെൻറ്റ്സ് റിക്കവർ ആയില്ലെന്ന് വെച്ചാൽ നമുക്ക് പിന്നുള്ള ഓപ്ഷൻസ് ഈ വോക്കൽ കോർഡ്സിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ്, ബ്രീത്തിങ് സ്പേസ് കൂട്ടിയെടുക്കുക എന്നുള്ളതാണ്. അതിന് നമുക്കുള്ള പ്രൊസീജിയേഴ്സ്, ഒന്ന് റീഇനർവേഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് ഈ പാരലൈസ്ഡ് നെർവ് വേറൊരു നെർവായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് അതിൻ്റെ മൂവ്മെൻറ്റ് റിക്കവർ ആകാനായിട്ടുള്ളൊരു ടൈം കൊടുക്കാമെന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കോർഡോട്ടമി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറുണ്ട്. അതായത് വോക്കൽ കോർഡ്സിൻ്റെ ഒരു പോസ്റ്റീരിയറായിട്ടുള്ളൊരു ഭാഗം നമ്മൾ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഡിറ്റാച്ച് ചെയ്യുകയാണ്. അപ്പം നമുക്ക് അത്രയും കൂടെ സ്പേസ് ബ്രീത്ത് ചെയ്യാനായിട്ട് കിട്ടുകയാണ്. അതിനെയാണ് നമ്മൾ പോസ്റ്റീരിയർ കോർഡോട്ടമി അല്ലെങ്കിൽ കഷിമാസ് പ്രൊസീജിയർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ വളരെ അപൂർവമായിട്ട് വരുന്ന ഒരു പോസ്റ്റ് തൈറോയിഡ് കോംപ്ലിക്കേഷനാണ് ഈ പറഞ്ഞ പോലെ ബൈലാറ്ററൽ വോക്കൽ കോർഡ് പാൽസി. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. പണ്ട് കാലത്ത് ഒരു പക്ഷേ നമുക്ക് ആകെയുള്ള ഓപ്ഷൻ ട്രെക്കിയോസ്റ്റമി ചെയ്ത് പേഷ്യൻറ്റിനെ പിന്നെ ജീവിതകാലം ട്യൂബ് ഇട്ട് വിടുക എന്നുള്ളതായിരുന്നു. ഇന്ന് നമുക്ക് ഒരു മെജോറിറ്റി ഓഫ് ദീസ് പേഷ്യൻസ്, അതായത് മിക്കവാറും പേഷ്യൻസിനെ നമുക്ക് ഇൻ കേസ് ഇത് സ്പോണ്ടേനിയസ് താനെ റിക്കവർ ആയില്ലെങ്കിൽ നമുക്ക് സർജിക്കലി ഈ സ്പേസ് റീക്രിയേറ്റ് ചെയ്യാൻ, ബ്രീതിങ് സ്പേസ് കൂട്ടിയെടുത്തുകൊണ്ട് ഈ ട്രെക്കിയോസ്റ്റമി എന്ന് പറഞ്ഞ ട്യൂബ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു.